കാർത്തികയുടെ റിപ്പോർട്ട് നോക്കുക. എന്തിനാ നീ അതൊക്കെ നോക്കുന്നത്? അത് പിന്നെ ചേട്ടൻ കാണണോന്നൊന്നും പറഞ്ഞില്ല. ചേട്ടൻ വേണ്ടെന്നാ പറഞ്ഞേ. ഞാനും അനുവാ കാണണോന്ന് പറഞ്ഞത്. എന്ത് കാണാൻ ആഗ്രഹിച്ചത്? ചെറിയമ്മയുടെ വയറ്റിലുള്ള ബേബിയെ സ്കാനിങ്ങില് കാണണോന്ന് ആഗ്രഹമുണ്ട് മുത്തശ്ശി. എന്തിനാ ധൃതി പിടിക്കുന്നത്? കുറച്ചു ദിവസം കഴിയുമ്പോ നിങ്ങക്ക് നേരിട്ട് കാണാലോ. ഏട്ടത്തി എന്തെങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നേ? വഴക്ക് പറയേണ്ടതിന്. വഴക്ക് പറയാനായിട്ട് അവരൊരു തെറ്റും ചെയ്തില്ലല്ലോ. സ്കാനിംഗ് റിപ്പോർട്ട് കാണുന്നതിൽ എന്താ തെറ്റ്? എന്റെ കയ്യിലോട്ട് താ, ഞാൻ നോക്കി പറയാം. എന്തു പറ്റി വസു ഇവർക്ക്? സ്കാനിംഗ് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അതാ ചേച്ചി എനിക്കൊന്നും മനസ്സിലാവാത്തെ. താ മോളെ, ഞാൻ നോക്കട്ടെ. എടി, റിപ്പോർട്ട് ഇപ്പൊ കൊടുത്തോ വയറ്റില് കുഞ്ഞില്ലാന്നുള്ള കാര്യം നിന്റെ അമ്മായിക്ക് മനസ്സിലാവൂടി. അത് തന്നെ എന്റെയും ടെൻഷൻ ആന്റി. വേഗം കൊടുക്ക് ചെറിയമ്മേ. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെറിയമ്മയുടെ കുഞ്ഞിനെ കാണണം. കുട്ടികൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. തന്നേക്ക് കാർത്തിക. എന്തു പറ്റി കാർത്തിക? എന്താ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്താ കാർത്തിക നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? മുഖം എന്താ വല്ലതായത്? ഇവളെന്തോ തെറ്റ് ചെയ്ത പോലെ നിങ്ങൾ രണ്ടുപേരും ഇവളെന്തിനെങ്ങനെ ചോദ്യം ചെയ്യുന്നേ? ഏട്ടത്തി ഒന്ന് വെറുതെ ഇരിക്കെ. കാർത്തിക, ആ റിപ്പോർട്ടിങ് തന്നെ. തന്നോളൂ കാർത്തിക. ഇതില് സ്കാനിംഗ് റിപ്പോർട്ടൊന്നും കാണുന്നില്ലല്ലോ. നിന്നോടല്ല ഞാൻ ചോദിക്കുന്നത്. സ്കാനിംഗ് റിപ്പോർട്ട്സ് എവിടെയാ? സ്കാനിംഗ് റിപ്പോർട്ട് കൊടുത്താ ഞാൻ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. ഡോക്ടർ എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ രക്ഷപ്പെടും. പറയേ കാർത്തിക. സോറി അമ്മേ, ആ റിപ്പോർട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അതിന് അമ്മ എന്നെ വഴക്കു പറയുന്നോർത്ത് ഞാൻ ടെൻഷൻ ആയത്. അത്രേ ഉള്ളൂ, അതാ കാര്യം. അങ്ങനെ മറന്നു വെച്ചിട്ട് വരാമോ? നെക്സ്റ്റ് ടൈം അവിടെ പോകുമ്പോ പഴയ റിപ്പോർട്ട്സും റെഫറൻസിന് വേണ്ടി ഡോക്ടർക്ക് കൊടുക്കേണ്ടതല്ലേ? തൽക്കാലത്തേക്ക് പോട്ടെ. അടുത്ത പ്രാവശ്യം കിട്ടുന്ന റിപ്പോർട്ട് അവള് ഫ്രെയിം ചെയ്ത് വെച്ചോളും. കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം കാർത്തിക. സൂക്ഷിച്ച് നടക്കേണ്ടത് കാർത്തികയല്ല, ഈ ഉണ്ണിയും അനുവും കീർത്തിയുവാ. ഇവൻ കാരണ ഇവര് വഷളായത്. അതെ ഉണ്ണി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മുതിർന്നവരോടല്ലേ ഇതൊക്കെ വന്ന് അന്വേഷിക്കേണ്ടത്? എല്ലാം നിന്റെ ഇഷ്ടത്തിനാണോ ചെയ്യുന്നത്? സോറി മുത്തശ്ശി, ഇനി ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല. ആദ്യം അമ്മ നേരെയായെങ്കിലല്ലേ മകനും നേരെ ആവുകയുള്ളൂ. കുട്ടികൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ പോലും അവക്ക് നേരമല്ലേ എടുത്തി. കുട്ടികൾ ഇപ്പൊ വീട്ടിലെത്തിയതല്ലേ ഉള്ളൂ ഇളയമേ. കുട്ടികൾ ഇങ്ങോട്ട് വന്നെന്ന് വസുവിനറിയില്ല. അടുക്കളയിലെ പാല് കാച്ചുമായിരുന്നു. പാല് കുടിച്ചിട്ട് ഹോംവർക്ക് ചെയ്യണം, മനസ്സിലായോ? മുതിർന്നവരോട് ആലോചിക്കാതെ ഇങ്ങനെയൊന്നും ചെയ്യരുത് മക്കളെ.
അനു, കീർത്തി, വാ 3 പേരും പാല് കുടിക്കും. വരൂ. അമ്മേ, ഓ, വലിയ ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട്. എല്ലാം ഈ നശിച്ച കുട്ടികൾ കാരണം. അതുകൊണ്ടാ നിന്റെ അമ്മായിയുടെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങിക്കൊടുത്തേ. എന്തായാലും നീ ഈ കുട്ടികളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം അവതാളത്തിലാകും. എനിക്ക് വന്ന ഭാഗ്യം കണ്ടില്ലേ? താൻ അമ്മയാകാൻ പോകുന്ന കാര്യം ഞാൻ തന്നെ തന്നോട് പറയുന്നു. ഏട്ടനോടത് പറയണമെന്ന് കുറച്ചു നാളായിട്ട് ഈ കാര്യം ആരോടും പറയാൻ പറ്റാതെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. നമുക്ക് ഇനിയൊരു കുഞ്ഞ് പാടില്ല എന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നെ. ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയത്ത് വസുന്ധര ആകെ സ്ട്രെസ്സായിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടുകാരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വസുവിനെ ഈ അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം. പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് ടെഡീസും ടോയ്സും ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് കണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് അവർ ഒരുപാട് സന്തോഷിക്കും. അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയാൽ വസുന്ധരയ്ക്ക് കുറച്ച് റിലീഫ് കിട്ടും. യെസ്. കാർത്തികൻ ഗർഭിണിയല്ലേ? അഖിൽ ഇതുപോലത്തെ ടോയ്സ് വാങ്ങിക്കൊടുത്തു കാണുമെന്തോ. ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ അത് അഖിലിന് ഒരുപാട് സന്തോഷാവും. എക്സ്ക്യൂസ് മീ, ഇനിയും 4 പാവകൾ കൂടി വേണം. ഓക്കെ സാർ. സാർ നോക്കിയെടുത്തു. ഇതാ സാർ. താങ്ക് യു. ഓക്കെ സാർ. ശരി എന്നാ. ആദ്യം അഖിലിനെ ടോയ്സ് ഒക്കെ ഏൽപ്പിക്കണം. അതിനുശേഷം ആരും അറിയാതെ വസുന്ധരയ്ക്കും കൊടുക്കണം. ആരും കാണാതെ സൂക്ഷിച്ചു വെക്കാൻ വസുന്ധരയോടും പറയണം. നോ, ഇല്ല, ടോയ്സ് കൊടുത്തതിന് ശേഷം മാത്രം വസുന്ധരയോട് പറഞ്ഞാൽ മതി. ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ അവൾക്ക്. ഇതെല്ലാം കാണുമ്പോൾ വസുന്ധരയ്ക്ക് ഒരുപാട് സന്തോഷാവും. ഫസ്റ്റ് അഖിലിന് കാർത്തിക് ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് എല്ലാരും ഉറങ്ങിയതിന് ശേഷം ആരും കാണാതെ ഇത് വസുന്ധരയ്ക്ക് കൊടുക്കണം. ആ, എന്താടി തനിച്ചെങ്ങനെ ഇരിക്കുന്നേ? ആ, കാർത്തിക, ഈ ഉഴുന്നുകൊണ്ടുണ്ടാക്കിയ ലഡു കഴിക്ക്. പ്രഗ്നന്റ് ആയിരിക്കുന്നവരിത് കഴിച്ചാ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. താങ്ക്സ് എടുത്തി.
കൊള്ളാലോടി, അനിയത്തി നീ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. നിന്റെ അമ്മായി പറഞ്ഞതൊക്കെ നീ നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഡീ, മൊത്തായിട്ട് നീ തന്നെ തിന്നാണോ? എനിക്ക് കൂടി തടി. ഞാൻ തരില്ല. എന്താ ആന്റിയും ഗർഭിണിയാണോ? ആ, അതിന് നീയും ഗർഭിണിയൊന്നല്ലല്ലോ. ഈ ജന്മത്തിൽ എനിക്ക് ആ ഭാഗ്യം കിട്ടുമോ എന്തോ. ഇനി എനിക്കൊരു കല്യാണം ഉണ്ടാവുമോ എന്തോ. എന്റെ വയറ്റില് ഒരു കുഞ്ഞുണ്ടാവോ എന്തോ. അത് ദൈവത്തിന് പോലും അറിയില്ല. വസു, ആ. കാർത്തികയോട് പറഞ്ഞാൽ മാത്രം പോരാ, നീയും കഴിക്കണം. വേണ്ട ചേച്ചി, ആരെയും കണ്ടാൽ ശരിയാവില്ല. ഗർഭിണികൾക്ക് മാത്രമേ അരിയുണ്ട കഴിക്കാവൂ, എല്ലാവർക്കും കഴിക്കാം. ആർക്ക് സംശയം തോന്നില്ല വസു, മനസ്സിലായോ? ഉം. അഖിൽ, അഖിൽ, ഇരിക്കു കാർത്തികേ, ഇരിക്ക്. അഖിൽ, എന്താ ഏട്ടാ? അഖിൽ, കാർത്തിക്ക് വേണ്ടി ഞാൻ ഈ പാവകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമില് അവർ ഈ പാവക്കുട്ടികളെ കാണുമ്പോ മനസ്സിന് നല്ല റിലീഫ് ആയിരിക്കും. അതുകൊണ്ടാ വാങ്ങിച്ചോ കാർത്തികേ. താങ്ക്സ് ഏട്ടാ, വളരെ താങ്ക്സ് ഉണ്ട് ഏട്ടാ. എന്താ വസു, അഭി കാർത്തികയ്ക്ക് പാവ വാങ്ങിക്കൊടുത്തിട്ട് നിനക്ക് വാങ്ങി തരാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണോ? ഇല്ല ചേച്ചി, അനിയനോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് ഏട്ടൻ കാണിച്ചോണ്ടിരിക്കുക. അബി, എന്താ അമ്മേ? അഖില് ചെയ്ത പ്രവൃത്തിക്ക് നീ അവനോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നാ ഞാൻ കരുതിയേ. പക്ഷേ നീ ഇപ്പൊ ചെയ്ത ഈ കാര്യം അഖിലിനോട് നിനക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് തെളിയിച്ചിരിക്കുക. അഖിലിനോട് എനിക്കെന്തിനാ അമ്മേ ദേഷ്യം? അവന്റെ ഉയർച്ചയില് എനിക്ക് സന്തോഷല്ലേ. എന്നാലെന്താ, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ സ്വന്തമായിട്ട് ഈവൻസ് എടുത്താൽ നഷ്ടം വരുമെന്ന് ഒരു ചെറിയ ഭയം, അത്രേ ഉള്ളൂ. സോറി ഏട്ടാ, ഏട്ടന് എന്നോടുള്ള സ്നേഹം എന്താണെന്ന് എനിക്ക് കുഞ്ഞുനാൾ മുതലേ അറിയാവുന്നതല്ലേ. എന്നാ ഇപ്പോ ഞാൻ എന്താണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ സന്ദർഭം എങ്ങനെയെങ്കിലും എനിക്ക് അനുകൂലമാക്കി മാറ്റണം. അനിയനോടുള്ള സ്നേഹം കൊണ്ട് പാവകൾ വാങ്ങിയതാണോ, അതോ ഗർഭിണിയായ ഭാര്യയ്ക്ക് ഒരു പാവയെ വാങ്ങിക്കൊടുക്കാൻ പോലും കഴിവില്ലാത്തവനാണ് അഖിലെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വാങ്ങിയിട്ട് വന്നതാണെന്ന് ആർക്കറിയാം? സുമംഗലി, ഇവിടുത്തെ ആഹാരം തന്നെയല്ലേ നീ കഴിക്കുന്നേ? എന്നിട്ട് അഭിയെ പറ്റി ഇത്രയും വലിയൊരു കുറ്റം പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? അബി എങ്ങനെയുള്ള കുട്ടിയാണെന്ന് അറിയില്ലേ ഏട്ടത്തി? അവനെ കുഞ്ഞുനാൾ മുതലേ കാണുന്നതല്ലേ. അബി അവന്റെ ഏട്ടനെയും അനിയനെയും ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ലേ? അതങ്ങനെയല്ലേ എടുത്തി? എങ്ങനെയല്ലെന്ന്? സഹോദരങ്ങളെ തമ്മിൽ നീ എന്താ തെറ്റിക്കാൻ നോക്കണോ? ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അഖിലെന്റെ അനിയനായുള്ളേ. അവൻ ജയിച്ചാൽ ഞാൻ ജയിക്കുന്നത് പോലെ, അവൻ തോറ്റാൽ ഞാൻ തോറ്റതുപോലെ. അവനെ വഴക്ക് പറഞ്ഞാൽ അതെന്നെ ഞാൻ തന്നെ വഴക്ക് പറയുന്ന പോലെ. ഇളയമ്മ പറഞ്ഞു വന്ന് ഏട്ടൻ കാര്യമായിട്ട് എടുക്കണ്ട. ഏട്ടൻ എപ്പോഴും എനിക്ക് സന്തോഷം മാത്രമേ തന്നിട്ടുള്ളൂ. അതിനുള്ള അവസരവും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒരാവശ്യമില്ലാതെ ഇങ്ങനെ കോറസ് ആയിട്ട് വഴക്ക് വാങ്ങിച്ചു. ഞാൻ വെറുതെ ഒന്ന് തമാശക്ക് പറഞ്ഞതാ. നിന്നെ പറ്റി എനിക്കറിയില്ലേ അബി? തമാശയ്ക്ക് പോലും അബി അങ്ങനെ പറയരുത് ഇളയമ്മേ. ഏട്ടന്റെ മനസ്സറിയായിരുന്നിട്ട് പോലും എന്തിനാ ഇങ്ങനെ തെറ്റായിട്ട് പറയുന്ന ഇളയമ്മേ?
അവരെ നിർത്തിയപ്പോ ഇവര് തുടങ്ങിയല്ലേ? ഇനി നിനക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ? സോറി, ചത്ത പാമ്പിനെ തല്ലുന്ന സ്വഭാവം എനിക്കില്ല. ഇതെന്താ ഇവിടെ ഒരു ബൊമ്മ? ഇതാരാ വാങ്ങിട്ട് വന്നേ? നീ പോയി ഫ്രഷ് ആയിട്ട് വാബി, നമുക്ക് ഡിന്നർ കഴിക്കാം. ശരി അച്ഛാ. ഭാസ്കർ, എന്താ ഏട്ടന്റെ കയ്യില്? ബൊമ്മയാ ഭാവനെ. ഏട്ടനും പാവ വാങ്ങിക്കൊണ്ട് വന്നോ? അഭിയോ ഇപ്പൊ കാർത്തികയ്ക്ക് പാവ വാങ്ങിക്കൊണ്ട് വന്നതേ ഉള്ളൂ. ഈ ബൊമ്മ ഞാൻ വാങ്ങിയതല്ല ഭാവനെ, വാതിലിന്റെ മുമ്പിൽ കിടക്കുന്ന കണ്ടതാ. എന്ത് ഡോറിന്റെ അടുത്തിരുന്നോ? ആര് വാങ്ങിക്കൊണ്ട് വെച്ചതാ? എന്തോ അതറിയില്ല. ഒരു പക്ഷേ എനിക്ക് വേണ്ടിട്ടായിരിക്കും ഇത് വാങ്ങിക്കൊണ്ട് വന്നേ. അത് നീ വാങ്ങിക്കൊണ്ട് വന്നതാണോ അഭി? അല്ല, അത് അതെ ഏട്ടത്തി. അത് എന്തിനാ പുറത്ത് വെച്ചത് അബി? എന്തിനാ ഇത്രയും പാവകൾ വാങ്ങിയത് അബി? ഇത്രയും പാവകൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി തന്നെ ആയിരിക്കും. ഇത്രയധികം ബൊമ്മ എന്തിനാണ് അഭി വാങ്ങിയത്? അത് പിന്നെ ഏട്ടാ, ആക്ച്വലി ആഹാ, ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതായിരിക്കും ഇത്രയും വാങ്ങിയതല്ലേ? പക്ഷേ ഇതെന്തിനാ പുറത്തു വെച്ചത്? എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയല്ലേ ഏട്ടാ? അതെ അതെ. ഒരു മിനിറ്റ് ഏട്ടാ, ഇങ്ങ് തന്നെ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഏട്ടാ. ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്റെ മോം ഡാഡ് പോലും എനിക്ക് ഇത്രയും പാവകൾ വാങ്ങി തന്നിട്ടില്ല. ഇറ്റ്സ് ഓക്കേ കാർത്തിക. ഭാസ്കരേട്ടനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് എന്തിനാ മോളെ, വാങ്ങിയിട്ടൊന്നും അവനല്ലേ, അവനോട് താങ്ക്സ് പറ. ഒരുപാട് താങ്ക്സ് ഏട്ടാ. ഇറ്റ്സ് ഓക്കേടാ. ഇവരെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തിനാ 2 സെറ്റ് പാവകൾ വാങ്ങിച്ചോണ്ട് വന്നത്? അനുവിനും കീർത്തിക്കും വാങ്ങിച്ചോണ്ട് വന്നതാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരായിരുന്നില്ലേ? ഒന്നു മാത്രം എന്തിനാ പുറത്തു വെച്ചത്? ഇതിലെന്തോ ഉണ്ട്. ആ 2ാമത്തെ സെറ്റ് പാവകൾ അഭി നിനക്ക് വേണ്ടി വാങ്ങിയതാ വസു. പാവം, അവന് നിനക്ക് തരാൻ പറ്റിയില്ല. സാരമില്ല ചേച്ചി, പാവകൾ എന്റെ കയ്യിലിരുന്നാലും കാർത്തികയുടെ കയ്യിലിരുന്നാലും ഒരുപോലെ തന്നെയാ. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ അബി. ഭാസ്കർ, നീയും ചെല്ല്. ഭാസ്കരേട്ടൻ അത് പെട്ടെന്നെടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നപ്പോ എനിക്കും കൂടി വാങ്ങിയ പാവകൾ കൂടി എന്റെ അനിയത്തി കാർത്തികയ്ക്ക് കൊടുക്കേണ്ടി വന്നു. അതല്ലേ നടന്നത്? ഇതൊക്കെ തനിക്കെങ്ങനെ അറിയാം? അത്രയെങ്കിലും എനിക്ക് ഏട്ടനെ മനസ്സിലാക്കാൻ കഴിയില്ലേ?
താങ്ക് യു വസുന്ധര. എന്തിനാ ഏട്ടാ? കാർത്തികയ്ക്ക് പാവകളെ കൊടുത്തിട്ട് തനിക്ക് തന്നില്ലല്ലോ എന്നോർത്ത് താൻ ഫീലാകുമെന്ന് ഞാൻ ഭയന്നു. ഏട്ടന്റെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഏട്ടനെ തെറ്റിദ്ധരിക്കുകയേയില്ല. എനിക്ക് മാതൃത്വം നൽകിയ ഏട്ടനോട് എന്റെ വക ഏട്ടന് ഒരു ചെറിയ സമ്മാനം. വീണ്ടും അച്ഛനാകാൻ പോകുന്ന അഭിയേട്ടന് സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്ന് ഏട്ടന്റെ വസു. താങ്ക് യു.